ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ട്രക്കോസ്റ്റമിനെ കുറിച്ചൊന്ന് പറയാമേ. എനിക്ക് ട്രക്കോസ്റ്റമി ചെയ്യേണ്ടത് എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് മൂക്കിക്കൂടിയും വായിക്കൂടിയും ശ്വാസം വരാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ട്യൂബ് ഇങ്ങനെ ഇട്ടത്. ട്രക്കോസ്റ്റമി ട്യൂബ് എന്നാണ് എന്നെ പറയണത്. അപ്പോൾ നമുക്ക് മൂക്കിക്കൂടി വായിക്കൂടി ശ്വാസം വരില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പെർമനൻ്റ് ആയിട്ട് ഇടാം, ചിലവർക്ക് ഒരു താൽക്കാലികമായിട്ട് ഇടും. പെട്ടെന്ന് ശ്വാസം കിട്ടാത്തവർക്ക് അതങ്ങ് ശരിയാവുമ്പോൾ ദൂരും. എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് വരും, ചിലപ്പോൾ കുറേ നാൾ പിടിക്കും. അതെങ്ങനെയാണെന്ന് ഡോക്ടർ പറയും, അപ്പോൾ വരും. പിന്നെ ഞാനിതിന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമേ. ഇതാണ് സ്വാപ്പ് എന്ന് പറയും, ഗോ സ്വാപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ട്യൂബ് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഗോ സ്വാപ്പ് എന്നാണ് ഇതിനെ പറയണത്. പിന്നെ ഇത് ബ്രഷും, ഇതിൻ്റെ ബ്രഷാണ് ഇത് യൂസ് ചെയ്യണത്. ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യണത്. പിന്നെ ഇതാണ് സക്ഷൻ കത്തീഡ്രല്. ഇത് വെച്ചിട്ടാണ്, ഇതാണ് മെയിൻ സാധനം. എനിക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയൊക്കെ പെട്ടെന്ന് കഫം കിട്ടുമ്പോൾ ഇതുവഴി ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇട്ടിട്ട് നമ്മുടെ കഫം വലിച്ചെടുക്കും. ഇതാണ് സക്ഷൻ കത്തീഡ്രല്. ഇതിന് 2 തരമുണ്ട്. ഇതാണ് നമുക്ക് സേഫ്, കാരണം ഇതാകുമ്പോൾ പൊട്ടൂല, ബ്ലഡൊന്നും വരില്ല. പിന്നെ എൻ്റെ ഒരു മെയിൻ മാസ്റ്റർ, ഇതാണ് സക്ഷൻ മെഷീൻ. അതെന്തായാലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരുമ്പോൾ നമുക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ പറഞ്ഞത് ഇതാണ് ആ സക്ഷൻ മെഷീൻ. ഇനിയും കുറേ സാധനമൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.